ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പം നമ്മൾ തേർഡ് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാണ്. തേർഡ് ചാപ്റ്റർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അതിൽ നമ്മൾ ലാസ്റ്റ് വരെ ഡിസ്കസ് ചെയ്തെന്ന് ഓർക്കണുണ്ടോ? ഏതായിരുന്നു? യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യൂസേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് എത്ര പാർട്സ് ഉണ്ടായിരുന്നു? മെയിനായിട്ട് 3 പാർട്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടായിരുന്നു, അതുപോലെ ഫംഗ്ഷൻ കോളിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ ഡെഫിനിഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് ക്ലാസ്സിൽ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് കോളിംഗ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യണേന്നാണ്. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ മെയിനായിട്ട് 2 വേസ് ആണ് ഉള്ളത്. കോൾ ബൈ വാല്യൂ മെത്തേഡും ഉണ്ട്, കോൾ ബൈ റെഫറൻസ് മെത്തേഡും ഉണ്ട്. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള 2 വേസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ഈ കോൾ ബൈ വാല്യൂ മെത്തേഡിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്നും പറയാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മീൻ ചെയ്യാം എന്തായിരിക്കും പാസ് ചെയ്യണം? വാല്യൂസ് ആയിരിക്കും പാസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ കോൾ ബൈ റെഫറൻസിനെ പറയുന്ന വേറൊരു പേരാണ് പാസ് ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് പറയും. റെഫറൻസ് ഉദ്ദേശിക്കുന്നത് അഡ്രസ്സ് പാസ് ചെയ്യലാണ്. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യണ 2 വേസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോൾ ബൈ വാല്യൂ മെത്തേഡും ഉണ്ട്, കോൾ ബൈ റെഫറൻസും ഉണ്ട്. കോൾ ബൈ വാല്യൂവിനകത്ത് നമ്മൾ എന്തായിരിക്കും പാസ് ചെയ്യണം? വാല്യൂസ് ആയിരിക്കും പാസ് ചെയ്യണത്. ഇനി കോൾ ബൈ റെഫറൻസിനകത്ത് നമ്മൾ എന്തായിരിക്കും പാസ് ചെയ്യണം? അതിന്റെ റെഫറൻസ് ഉദ്ദേശിക്കുന്നത് അഡ്രസ്സ് ആയിരിക്കും ഇതിനകത്ത് പാസ് ചെയ്യണത്. ഓക്കെ, ഇനി ഓരോന്ന് എന്താന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ സഹിതം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് കോൾ ബൈ വാല്യൂ ഇല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ രണ്ടിനകത്തും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴും ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആർഗ്യുമെന്റ്സ് ഇല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കോൾ ബൈ വാല്യൂല് എന്താ സംഭവിക്കുന്നത്? വാല്യൂ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്തിന് പാസ് ചെയ്ത് കൊടുക്കും? അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ വാല്യൂ എന്താണോ അത് എന്തിനായിരിക്കും പാസ് ചെയ്ത് കൊടുക്കുന്നത്? ഫോർമൽ ആർഗ്യുമെന്റ്സിന് പാസ് ചെയ്ത് കൊടുക്കും. പാസ് ചെയ്യണത് വാല്യൂസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? കോൾ ബൈ വാല്യൂ ഇല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് പാസ് ചെയ്യാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴുള്ള വേരിയബിളിന്റെ വാല്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നിടത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? കോൾ ബൈ വാല്യൂ ഇല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എന്തിനെ എഫക്ട് ചെയ്യില്ല? വാല്യൂസ് ഡയറക്റ്റ് പാസ് ചെയ്ത് കൊടുക്കും. അത് വേറെ ആർഗ്യുമെന്റ്സിനെ ഒന്നും എഫക്ട് ചെയ്യില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ വാല്യൂ കണ്ടെയ്ൻഡ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ് ഈസ് പാസ് ടു ദ ഫോർമൽ ആർഗ്യുമെന്റ്. ഹെൻസ് ഇഫ് ദ ഫോർമൽ ആർഗ്യുമെന്റ് അതിനുശേഷം പാസ് ചെയ്തിട്ട് നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ് മോഡിഫൈ ചെയ്തെന്ന് വിചാരിച്ചു, ആ ചേഞ്ചസ് ഒന്നും എന്തിനെ എഫക്ട് ചെയ്യില്ല? ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ ഇതൊന്നും എഫക്ട് ചെയ്യില്ല. എന്ത് ചേഞ്ചസ് വരുത്തിയാലും അവിടെ എഫക്ട് ചെയ്യില്ല. അതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കാണിച്ചേക്കണം. നോക്കിയേ, വോയിഡ് ചേഞ്ച് ഇന്ത്യൻ. ഇവിടുത്തെ ഫംഗ്ഷന്റെ പേരാണ് എന്തെന്നുള്ളത്? ചേഞ്ച് എന്നുള്ളതാണ് ഫംഗ്ഷന്റെ പേര്. ഇവിടെ ഉപയോഗിച്ചിരുന്ന ഒരു പാരാമീറ്റർ ആണ് n എന്ന് പറഞ്ഞ പാരാമീറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ n ഈക്വൽ ടു n+1 എന്ന് പറഞ്ഞു, സി ഔട്ട് n എന്ന് പറഞ്ഞു. ദെൻ വോയിഡ് മെയിൻ ആണ് നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന മെയിൻ ഫംഗ്ഷൻ. ഇൻഡ് എക്സ് ഈക്വൽ ടു 20. ഇവിടുത്തെ ഒരു വേരിയബിളിന്റെ പേരാണ് എക്സ് എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് ബ്രാക്കറ്റിൽ എക്സ് എന്ന് ഉപയോഗിച്ചു. അപ്പൊ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫംഗ്ഷനെ കോൾ ചെയ്യാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാമിന്റെ കൺട്രോൾ വോയിഡ് മെയിനിൽ വരും. ഇൻഡ് എക്സ് ഈക്വൽ ടു 20 എന്ന് പറയും. ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇത് എങ്ങോട്ടേക്ക് പോകും? വോയിഡ് ചേഞ്ച് ഇൻഡ് എന്നിലേക്ക് പോകും. അപ്പോൾ എക്സ് ആണ് നമ്മൾ ഇവിടെ ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞു. എക്സിന്റെ വാല്യൂ എത്രയായിട്ട് സെറ്റ് ചെയ്തേക്കണം? 20 എന്ന് പറഞ്ഞ വാല്യൂ. അത് എന്തിന് കിട്ടും? n എന്ന് പറഞ്ഞ വേരിയബിളിന് പാസ് ചെയ്ത് കൊടുക്കും. ഇതാണ് പാസ് ബൈ വാല്യൂവിൽ നടക്കുന്നത്. ദെൻ n ഈക്വൽ ടു n+1 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? n ഈക്വൽ ടു 20+1 21 ആവും. സി ഔട്ട് n എന്ന് പറയുമ്പോൾ എന്ത് വാല്യൂ ആയിരിക്കും? 21 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും? വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യുകയാണ് ചെയ്യണത്. അങ്ങനെ വാല്യൂസ് കോപ്പി ചെയ്യുമ്പോൾ n എന്ന് പറഞ്ഞ വേരിയബിളിന് എന്താവും? വാല്യൂ 21 ആവും. എക്സിന്റെ വാല്യൂ എത്ര തന്നെയായിരിക്കും? 20 തന്നെയായിരിക്കും അതിനകത്ത് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കോൾ ബൈ വാല്യൂവിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കില്ല? ചേഞ്ച് ഒന്നും അവിടെ വരില്ല. ജസ്റ്റ് വാല്യൂസ് പാസ് ചെയ്യൽ മാത്രമേ അതിനകത്ത് നടക്കണുള്ളൂ. ഓക്കെ, നമ്മൾ പറയാൻ പോണത് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ആണ്. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എ എന്ന് പറഞ്ഞ വാല്യൂ ഒരു അഡ്രസ്സിലായിരിക്കും കിടക്കുന്നത്, ബി എന്ന് പറയുന്ന വാല്യൂ വേറൊരു അഡ്രസ്സിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ഏതെങ്കിലും വേരിയബിളിൽ വരുത്തിയാൽ എന്ത് സംഭവിക്കും? അഡ്രസ്സും ചേഞ്ച് ആയി പോകും. ഓക്കെ,
അപ്പോൾ ഇവിടെ മാറ്റങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾ ദ പ്രോഗ്രാമിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കണം, ഹിയർ ദ റെഫറൻസ് ഓഫ് ദ ആക്ച്വൽ ആർഗ്യുമെന്റ് ഈസ് പാസ് ടു ദ ഫംഗ്ഷൻ. ഇവിടെ റെഫറൻസ് ആണ് പാസ് ചെയ്യണത്. റെഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്, അഡ്രസ് ആയിരിക്കും ഇവിടെ നമ്മൾ പാസ് ചെയ്യണത്. ആസ് എ റിസൾട്ട് ദ മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റഡ് ടു ദ ആക്ച്വൽ ആർഗ്യുമെന്റ് വിൽ ബി ഷെയർ ടു ദ. അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി അഡ്രസ് എന്താണ്, അത് എന്തിനായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ഫോർമൽ ആർഗ്യുമെന്റ്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. ദെൻ ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടത്തിയാൽ, ഇൻഫോർമൽ ആർഗ്യുമെന്റ് ഈസ് മോഡിഫൈഡ് വിത്തിൻ എ ഫംഗ്ഷൻ, ദ ചേഞ്ച് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ്. നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എന്തിനേയും റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ആക്ച്വൽ ആർഗ്യുമെന്റിനെയും റിഫ്ലക്റ്റ് ചെയ്യും. ബിക്കോസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണോണ്ട്, റെഫറൻസ് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നത്. ഇനി റെഫറൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് ആംപർസൻ എന്ന് പറഞ്ഞ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഡാറ്റ ടൈപ്പ് കഴിഞ്ഞ് ആംപർസൻ സിമ്പിൾ ഉപയോഗിച്ചിട്ട് വേണം വേരിയബിളിന്റെ നെയിം നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇങ്ങനെ തരികയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷന്റെ കൂടെ ബ്രാക്കറ്റിൽ ആംപർസൻ എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളണം അത് എന്ത് വെച്ചുള്ള പ്രോഗ്രാമാണ്, കോൾ ബൈ റെഫറൻസ് വെച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നേരത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് ഈ രീതി ചെയ്തേക്കണം. നോക്കിയേ, void change int ampersand n equal to n plus 1 cout n കൊടുത്തു, void main int x equal to 20 change of x എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ 20 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്ന അഡ്രസ് എന്താണോ അതാണ് എവിടെ പോണത്, എന്നിലേക്ക് പോണത്. ദെൻ n ഈക്വൽ ടു n പ്ലസ് എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എന്താവും, 21 ആവും. ദെൻ സി ഔട്ട് എന്ന് പറയുമ്പോൾ 21 എന്നുള്ള വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യണത്. അപ്പോൾ എക്സിന്റെ വാല്യൂവും അഡ്രസ്സും, അപ്പം 21 കിടക്കുന്ന അഡ്രസ്സിൽ ഏത് തന്നെ വാല്യൂ കിടക്കണത്, 21ന്റെ അഡ്രസ്സ് എന്താണോ അതാണ് എന്തിലും കിട്ടുന്നത്, എക്സിനും കിട്ടുന്നത്. അതാണ് എക്സിന്റെ വാല്യൂവും എന്തായി പോയത്, ഇവിടെ 21 ആയിട്ട് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡ്സ് ഉള്ളത്, കോൾ ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉള്ളത്, കോൾ ബൈ വാല്യൂ മെത്തേഡും ഉണ്ട്, കോൾ ബൈ റെഫറൻസ് മെത്തേഡും ഉണ്ട്. കോൾ ബൈ വാല്യൂവിൽ നമ്മൾ വാല്യൂസ് ആയിരിക്കും പാസ് ചെയ്ത് കൊടുക്കുന്നത്, ആക്ച്വൽ ആർഗ്യുമെന്റിൽ നിന്ന് ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വാല്യൂസ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചേഞ്ചസ് ഫോർമൽ ആർഗ്യുമെന്റ്സിന് വരുത്തി കഴിഞ്ഞാലും അവിടെ എഫക്റ്റ് ഒന്നും ചെയ്യില്ല. വാല്യൂസ് ജസ്റ്റ് കോപ്പി ചെയ്ത് പോലെ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അതേസമയം കോൾ ബൈ റെഫറൻസിലാണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ പാസ് ചെയ്യുന്നത്, റെഫറൻസ് അല്ലെങ്കിൽ അഡ്രസ് ആണ് അവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളാണ് ആംപർസൻ എന്ന് പറഞ്ഞ സിമ്പിൾ. അപ്പോൾ നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ ദെൻ ഫോർമൽ ആർഗ്യുമെന്റിൽ പിന്നെ എന്തെങ്കിലും ഫർദർ മോഡിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ അത് എന്തിനേയും എഫക്റ്റ് ചെയ്യും, ആക്ച്വൽ ആർഗ്യുമെന്റ്സിനെയും എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്താണ്ടിരിക്കാൻ ശ്രമിക്കണം. ഇനി ഇവിടെ എന്ത് ചെയ്യും, ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ഫോർമൽ ആർഗ്യുമെന്റും കൂടെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ എക്സിന്റെ വാല്യൂ 20 സ്റ്റോർ ചെയ്യണ ഏത് മെമ്മറി ലൊക്കേഷൻ ആണോ അതാണ് എന്തിനും കിട്ടുന്നത്, എന്ന് പറഞ്ഞ വേരിയബിളിനും കിട്ടുന്നത്. അവർ തമ്മിൽ മെമ്മറി ഷെയർ ചെയ്യും. ഇനി എന്നിന്റെ വാല്യൂ 1 വെച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ 21 അപ്പോൾ 21 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ എന്തെല്ലാം മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് എന്തോ അതാണ് എന്തിനും കിട്ടുന്നത്, എക്സിനും കിട്ടുന്നത്. അതാണ് എക്സിന്റെയും എന്നിന്റെയും വാല്യൂ എന്തായിട്ട് ഉപയോഗിച്ചാണ് ഇവിടെ 21 ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഇത് എപ്പോഴും എക്സാമിന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ആദ്യം കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ്. നമ്മൾ പഠിച്ചതനുസരിച്ച് എന്തറിയാം, ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ. ഇവിടെ സാധാരണ നമ്മൾ ഇപ്പോൾ ഇൻഡ് എന്ന് പറഞ്ഞു, അപ്പോൾ ഓർഡിനറി വേരിയബിൾസ് മാത്രമേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുള്ളൂ പാരാമീറ്റേഴ്സ് ആയിട്ട്. അതേസമയം കോൾ ബൈ റെഫറൻസിലാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, റെഫറൻസ് വേരിയബിൾ ആംപർസൻ അഡ്രസ് ആണ് സ്പെസിഫൈ ചെയ്യണമെന്നാണ് മീനിങ്. റെഫറൻസ് വേരിയബിൾ ആർ യൂസ്ഡ് ആസ് ദ ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും, ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റന്റ് വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് വേരിയബിൾസോ കോൺസ്റ്റൻസോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം കോൾ ബൈ റെഫറൻസിനകത്ത് നമുക്ക് എന്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വേരിയബിൾസ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി കോൾ ബൈ വാല്യൂ മെത്തേഡിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് അതിനെ എഫക്റ്റ് ചെയ്യില്ല. അതേസമയം കോൾ ബൈ റെഫറൻസിനകത്ത് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഫോർമലിൽ വരുത്തി കഴിഞ്ഞാൽ അത് എന്തിൻ്റെയും റിഫ്ലക്റ്റ് ചെയ്യും, ആക്ച്വൽ ആർഗ്യുമെന്റ്സിനെയും റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഇവിടെ കോൾ ബൈ വാല്യൂവിൽ നമ്മൾ മെമ്മറി ഒന്നും ഷെയർ ചെയ്യില്ല, എല്ലാത്തിനും ഡിഫറെൻറ്റ് മെമ്മറി അലോക്കേഷൻ ആണ് യൂസ് ചെയ്യണത്. അതേസമയം കോൾ ബൈ റെഫറൻസിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്, മെമ്മറി ലൊക്കേഷൻസ് ഷെയർ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നോക്കി ഒന്നും കൂടെ, കോൾ ബൈ വാല്യൂ മെത്തേഡും ഉണ്ട്, കോൾ ബൈ റെഫറൻസും ഉണ്ട്. കോൾ ബൈ വാല്യൂലാകുമ്പോഴത്തേക്ക് എന്താ, ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇവിടെ എന്തായിരിക്കും, റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇനി ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി എന്തൊക്കെയാവാം, കോൺസ്റ്റൻസ് ആവാം, വേരിയബിൾസ് ആവാം, ഓർ എക്സ്പ്രഷൻസ് ആവാം. അതുപോലെ ഇതിനകത്ത് കോൾ ബൈ റെഫറൻസിനകത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ത് മാത്രമേ ആവാൻ പാടുള്ളൂ, വേരിയബിൾസ് മാത്രമേ ആവാനായിട്ട് പാടുള്ളൂ.
ഇനി കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ് ഡു നോട്ട് റിഫ്ലക്ട് ഇൻ ആക്ച്വൽ ആർഗ്യുമെന്റ്സ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൾ ബൈ റെഫറൻസ് ദ ചേഞ്ചസ് വിൽ റിഫ്ലക്ട് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ഓക്കെ. Then call by value മെത്തേഡിലാണെങ്കിൽ exclusive memory allocation is required for the formal arguments, but in the case of call by reference we sharing the memory of the actual argument is shared by the formal arguments. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് ഡിഫറൻസും ബോക്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും എല്ലാത്തിലും ചോദിക്കാറുള്ളതാണ്. ഓക്കെ. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് സ്കോപ്പ് ആൻഡ് ലൈഫ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് വാട്ട് ഡു യു മീൻ ബൈ ലോക്കലും ഉണ്ട് ഗ്ലോബലും ഉണ്ട്. എന്താണ് ലോക്കൽ വേരിയബിൾ, എന്താണ് ഗ്ലോബൽ വേരിയബിൾ, എന്താണ് ലോക്കൽ ഫംഗ്ഷൻ, അതുപോലെ എന്താണ് ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് ചോദിക്കും. ലോക്കൽ എന്ന് ഉദ്ദേശിച്ചാൽ വേരിയബിളിന്റെ ആയാലും ഫംഗ്ഷന്റെ കേസിലായാലും ലോക്കൽ എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലുള്ളത് ഇൻസൈഡ് ഇൻ എ ഫംഗ്ഷനിലുള്ള വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോക്കൽ എന്ന് പറയുന്നത്. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫംഗ്ഷന്റെ പുറത്തുള്ള വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ. അതാണ് മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്. അതാണ് ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ അകത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യണ വേരിയബിൾ ആവാം, ഇല്ലെങ്കിൽ ഫംഗ്ഷൻ ആവാം. ഇനി ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷന്റെ പുറത്ത് ഔട്ട്സൈഡ് ദ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഗ്ലോബൽ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അത് നമ്മൾ പറയാൻ പോണത് ലോക്കൽ വേരിയബിൾസ് എന്താണ്. അപ്പോൾ ലോക്കൽ വേരിയബിൾസിന്റെ കാര്യമാണ് ആദ്യം പറയാൻ പോണത്. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഡിക്ലെയർഡ്, അതായത് വേരിയബിൾസ് ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. അവൈലബിൾ വിത്തിൻ അത് നമുക്ക് എവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ ആ ഫംഗ്ഷൻ വേരിയബിൾസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫംഗ്ഷന്റെ ഉള്ളിലുള്ള വേരിയബിൾസ് ആയിരിക്കും, ആ വേരിയബിൾസ് അതിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് ആക്റ്റീവ് ആൻഡ് ഫ്രീഡ് വെൻ ദ എക്സിക്യൂഷൻ ഇഫ് ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ, മെമ്മറീസ് എപ്പോഴാണോ ഫംഗ്ഷൻ അതിനെ കൊള്ളുന്നത് അപ്പോൾ അവിടെ അതിന് എന്ത് കൊടുക്കും, മെമ്മറി ഒരു വേരിയബിളിന് സാധാരണ മെമ്മറി അലോക്കേറ്റ്, അതുപോലെ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉപയോഗം കഴിയുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യും, ഫ്രീ ആക്കി കൊടുക്കുകയും ചെയ്യും അതിന്. ഇനി ഗ്ലോബൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ ദ ഫംഗ്ഷൻ, എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയാം. അപ്പോൾ പുറത്തായതുകൊണ്ട് നമുക്ക് ആ വേരിയബിളിനെ എവിടെ വേണമെങ്കിലും പ്രോഗ്രാമിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവൈലബിൾ ടു ഓൾ ദ ഫംഗ്ഷൻ ഇൻ ദ പ്രോഗ്രാം, ആ പ്രോഗ്രാമിലുള്ള എല്ലാ ഫംഗ്ഷനിലും നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും, ഈ ഗ്ലോബൽ വേരിയബിളിനെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. Memory is allocated just before the execution of the program and freed when the program stops execution. എപ്പോഴാണോ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണത് അതിന് തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ തന്നെ, ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനെ എന്താക്കുകയും ചെയ്യും, ഫ്രീ ആക്കി വിടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ലോക്കൽ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഇൻസൈഡ് ഇൻ എ വേരിയബിൾ ഈസ് നോൺ ആസ് വേരിയബിൾ ഇൻസൈഡ് ഇൻ എ ഫംഗ്ഷൻ ഈസ് നോൺ ആസ് ലോക്കൽ വേരിയബിൾ ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓൺലി. In global variable declared outside the function is known as global variable and that variables are available in all the function in the program. Okay. ഇനി അപ്പോൾ ഇതുപോലെയാണെങ്കിൽ നമുക്ക് ലോക്കൽ ഫംഗ്ഷൻ എങ്ങനെ പറയാം, the function declared within a function, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. declared within a function or block of statement and defined after the calling function. ഇനി അപ്പോൾ അതും നമുക്ക് എവിടെ മാത്രമേ, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ലോക്കൽ ഫംഗ്ഷനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആക്സസിബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ദ ബ്ലോക്ക്. ഓക്കെ. ഇനി ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, function declared outside the function is known as global function and this function can be accessible anywhere in the program. പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഫംഗ്ഷനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 4 കാര്യങ്ങളാണ്. what do you mean by local variable, what do you mean by global variable, what do you mean by local function and what do you mean by global function. ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും, ചിലപ്പോൾ 2 മാർക്കിനായിട്ടും ചോദിക്കും. അപ്പോൾ ലോക്കൽ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻ്റെ വിതിൻ ദ ഫംഗ്ഷൻ, ചിലപ്പോൾ വേരിയബിൾ ആണ് ചോദിക്കണമെങ്കിൽ വേരിയബിൾ ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ, ഫംഗ്ഷൻ ആണ് ചോദിക്കണമെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ. ഓക്കെ.
അപ്പോൾ വിതിൻ ദ ഫംഗ്ഷൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ദാറ്റ് ക്യാൻ ബി ആക്സസ് ഓൺലി ദാറ്റ് പാർട്ട് ഓഫ് ദ സെക്ഷൻ. ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വേരിയബിളിനെ ഫംഗ്ഷനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബട്ട് ഗ്ലോബൽ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എനിവെയർ ഇൻ ദ പ്രോഗ്രാമിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും വേരിയബിൾ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ഗ്ലോബൽ ഫംഗ്ഷൻ ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ആൻഡ് ദീസ് ഫംഗ്ഷൻസ് ക്യാൻ ബി ആക്സസ് എനിവെയർ ഇൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇതോടെ തേർഡ് ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ തേർഡ് സെക്ഷൻ ആയിരുന്നു, കോളിംഗ് ഓഫ് എ ഫംഗ്ഷൻ ആയിരുന്നു. ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ഇൻ 2 ways. What are the different ways? Call by value and call by reference. In call by value, we can passing values to a function definition to function calling, and in the case of call by reference, we pass reference to the actual arguments to the formal arguments. Okay, reference represent ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ആംബ്രസ് എന്ന് പറഞ്ഞ സിമ്പിൾ ആണ് അതിന് യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്ലോബൽ കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അത് പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ ആയിരുന്നു ലോക്കൽ വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ, ലോക്കൽ ഫംഗ്ഷൻ ആൻഡ് ഗ്ലോബൽ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ വാച്ച് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, ഇനി എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീക്കെൻഡിൽ തന്നെ ഒരു ഗൂഗിൾ മീറ്റ് നടത്താം. അതിനകത്ത് ഞാൻ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് ഡേയിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പം മീറ്റിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ 25 ഒരു ദിവസം, നെക്സ്റ്റ് 25 അടുത്ത ദിവസം ലോഗിൻ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, താങ്ക് യു.